ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡിൽ നിന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാമെന്നാണ്. അപ്പം നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കറണ്ട് ഫീലിംഗ് നോക്കാം. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്റ്റക്കാണ് എങ്കിൽ അവിടെ നിന്ന് പുറത്തു വരാൻ പോകുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ട് ഡിറ്റാച്ച്ഡ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. അതായത് അവരിൽ നിന്ന് മൂവ് ഓൺ ആയി ദൂരെ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ നിങ്ങളിൽ കൂടുതൽ ആൾക്കാരുടെയും ഫാമിലിയാണ് തേർഡ് പാർട്ടിയായിട്ട് വന്നത് എങ്കിൽ ഫാമിലിയിൽ നിന്ന് ദൂരെ മാറിപ്പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒന്നാവാതിരിക്കാൻ ഫാമിലിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ഫാമിലിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ദൂരെ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എപ്പോഴാണോ ഇവർ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എൻഡാക്കുന്നത് അതിന് ശേഷം മാത്രമേ ഒരു ന്യൂ എനർജി അവിടെ ഉണ്ടാവുകയുള്ളൂ. അത് പ്രകൃതിയുടെ നിയമമാണ്. അതായത് ഒരു സിറ്റുവേഷൻ എൻഡാക്കിയാൽ മാത്രമേ ഒരു ന്യൂ സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു സിറ്റുവേഷൻ എൻഡാക്കുവാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ്. അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡാക്കുവാനാണ് ഇവർ തയ്യാറായിരിക്കുന്നത്. എന്തിനാണ്? നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കത്തിനായിട്ട്. ഇവിടെ ഇവർ കുറേ നാളായിട്ട് നിങ്ങളിൽ നിന്ന് ബാക്ക്വേർഡ് പോവുകയായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാതെ നിങ്ങളുമായിട്ട് അധികം കൂടുതൽ യൂണിയൻ്റെ കാര്യമൊന്നും സംസാരിക്കാതെ അങ്ങനെ പോവുകയായിരുന്നു. പക്ഷേ ഇനി ഇവർക്ക് ഒരു അതോറിറ്റിക്കായിട്ടുള്ള ഡിസിഷൻ എടുത്തേ പറ്റുകയുള്ളൂ നിങ്ങൾക്ക് വേണ്ടി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ ഏതോ ഒരു വ്യക്തി തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അവർക്ക് ആ ഒരു വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കുകയും അതിന് ഒരു വഴി തെളിഞ്ഞു വരികയും ചെയ്തു. അതുകൊണ്ടാണ് ഇവർ ഒരു അതോറിറ്റിക്കായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി. ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് കടന്നു പോകുന്നത് എങ്കിൽ ടോക്സിക് സിറ്റുവേഷൻ എൻഡ് ആകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഡിവൈൻ ആയിട്ടുള്ള ഒരു ബന്ധമാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ തമ്മിൽ ബാലൻസ് ആയി പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ടോക്സിക് സിറ്റുവേഷൻ ആണ് എങ്കിൽ ഒരു സിറ്റുവേഷൻ എൻഡ് ആകും. ഡിവൈൻ ഗൈഡഡ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത്, പവിത്രമായിട്ടുള്ള ഒരു ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത് എങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എങ്കിൽ അതിൽ ബാലൻസ് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഭഗവാന്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് കൂടെ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യത്തിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ട് എന്നുള്ളത് നിശ്ചയമായിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ ഒന്നാവുന്നതാണ്, കല്യാണം കഴിക്കുന്നതാണ് എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. ഇവിടെ 88 പോർട്ടൽ എത്തുമ്പോൾ തന്നെ കുറേ ആൾക്കാരുടെ കാർമിക് റിലീസായി മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ 8/8 ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളിൽ പല ആൾക്കാരുടെയും കാർമിക് റിലീസായി പോവുകയും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് റീയൂണിയൻ സാധ്യമാകുകയും ചെയ്യും. അത് നിങ്ങൾ കുറേ നാൾ സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിച്ചവരാണ് എങ്കിൽ ഒരു മൂവ്മെൻറ്റ് 88 പോർട്ടലിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫാമിലിയുമായിട്ട് ഒട്ടും തന്നെ ഒത്തുചേർന്ന് പോകുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഫാമിലിയുമായിട്ട് ഒത്തുപോകുന്നില്ല എങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടം കാരണമാണ് അതങ്ങനെ സംഭവിക്കുന്നത്. ആരാണോ അവരുടെ പേഴ്സണിന് വേണ്ടി പൊസസീവും ഒബ്സസീവുമായിട്ടുള്ളത് അവർ ഉറപ്പായിട്ടും അവർക്ക് വേണ്ടി ആക്ഷൻ എടുക്കും. അല്ല ഫാമിലിയാണ് പറയുന്നത് കേൾക്കുന്ന ഒരാളാണെങ്കിൽ ഫാമിലി പറയുന്നത് മാത്രം കേട്ട് നിങ്ങളെ ഉപേക്ഷിക്കുന്ന രീതിയിൽ ആക്ഷൻ എടുക്കും. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫാമിലിയുമായിട്ട് ഒട്ടും തന്നെ ഒത്തുപോകുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും. ഫാമിലിയോട് പോരാടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, നിങ്ങൾക്ക് ഒത്തിരി വാഗ്ദാനങ്ങൾ, മോഹന വാഗ്ദാനങ്ങളെല്ലാം തന്നിട്ട് സമയമാകുമ്പോൾ നിങ്ങളെ വിട്ടുപോകുന്നവർ. അവർക്ക് ഉറപ്പായിട്ടും കർമ്മ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ഇപ്പോഴത്തെ. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ എന്തോ ഒരു പവർഫുൾ ആയിട്ടുള്ള ആക്ഷൻ ഇവിടെ ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒറ്റയ്ക്ക് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആരുടെയും ഒരു കൂട്ടും ഇവർക്ക് ആവശ്യമില്ല. ഒറ്റയ്ക്ക് ഇരിക്കുവാനാണ് ഇവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് ആക്ഷൻ അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ വളരെയധികം സൈലൻറ്റ് സോണിൽ ഇരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു എനർജി 24 മണിക്കൂറിൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നതാണ്.
ഇവിടെ 4 ദിവസം വരെ ഈ ഒരു എനർജി നിങ്ങളുടെ പേഴ്സൻ്റേതായിരിക്കുമെന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാർക്ക് 1 ദിവസം, ചില ആൾക്കാർക്ക് 4 ദിവസം വരെ ഈ ഒരു എനർജിയിലായിരിക്കും ഉണ്ടാവുക എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് തേർഡ് പാർട്ടിയുമായിട്ട് എന്തെങ്കിലും വഴക്ക്, എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ, ഇവർ പറയുന്നത് തേർഡ് പാർട്ടി അംഗീകരിക്കത്തില്ല, തേർഡ് പാർട്ടി പറയുന്നത് ഇവർ അംഗീകരിക്കത്തില്ല, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ചില ആൾക്കാരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടിയും ഇല്ല. കരിയർ ആയിരിക്കാം ചിലപ്പോൾ ഇവരുടെ തേർഡ് പാർട്ടി, ഇല്ല എങ്കിൽ ഇവർക്ക് ഉള്ള ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കാം ഇവരുടെ തേർഡ് പാർട്ടി. അങ്ങനെയുള്ള സമയം ഈ ഒരു നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 4 ദിവസം വരെ ഈ ഒരു പ്രോബ്ലംസ് കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടിയിട്ട് ഇത് റിലീസായി പോകും. അങ്ങനെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ഇവരുടെ കാർമിക് സിറ്റുവേഷൻ ഇവരെ ഒത്തിരി വിഷമിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവർ തോന്നും, എനിക്ക് ആരും തന്നെ ഇല്ല, എല്ലാവരും എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുകയാണല്ലോ ചെയ്യുന്നത്, എന്നെ വിഷമിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത് എന്ന് വിചാരിച്ച് ഇവർ ഒറ്റയ്ക്കിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സിൻ്റെ മദർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ആക്ഷനിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുകയും പേരൻസ് തന്നെ ഇങ്ങനെ ഇവരോട് ഇങ്ങനെ പെരുമാറുമ്പോൾ ഇവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും ആ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോവാൻ, കുറച്ച് സമയം വേറെ എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്കിരിക്കാം എന്നൊക്കെയുള്ള തോന്നൽ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ആക്ഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി വളരെ അപ്സെറ്റ് ആയിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറച്ച് ലോ എനർജിയിൽ ഇങ്ങനെ ഇമോഷണൽ അപ്സെറ്റ് ആയിരിക്കുന്ന സമയം ഇവർ നിങ്ങളെ ആയിരിക്കും തിരയുക. നിങ്ങളുടെ ആ ഒരു എനർജി കിട്ടുവാനായിരിക്കും ഇവർ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ആ ഒരു എനർജിക്ക് മാത്രം ഇവരുടെ ആ ഒരു വിഷമം മനസ്സിലാക്കാൻ സാധിച്ച് ഇവർക്കൊരു സപ്പോർട്ട് കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. വന്നിട്ട് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള എനർജിയിലായിരിക്കത്തില്ല ഇവർ സംസാരിക്കുന്നത്, വളരെ ഇമോഷണലായിട്ട് ആയിരിക്കും സംസാരിക്കുന്നത്. കാരണം എൻ്റെ ലൈഫിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസിൽ കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, ഞാൻ വളരെ അപ്സെറ്റാണ് എന്നുള്ള രീതിയിൽ ഇവരുടെ പ്രശ്നം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഇവർ ഡിസ്കണക്റ്റഡ് ആയിട്ടിരിക്കും, വളരെ ഉദാസമായിട്ട് വിഷമിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഈ ഒരു എനർജിയാണ് ഇതെന്ന്. നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ വരുന്നതാണ്. ഈ ഒരു അവസ്ഥയിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്ത് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഇവർ നേടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്, ഇവരുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.